ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ തന്നെ വിഷയം നമ്മളോട് അവതരിപ്പിക്കും. വിശട്ടെ, ഇപ്പം നമ്മൾ നോമ്പ് കാലത്തിലാണല്ലോ. അപ്പം നോമ്പ് കാലത്തിലായപ്പോൾ IHS മിനിസ്ട്രി പ്രത്യേകമായിട്ട് സ്നേഹ നോമ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുകയാണെന്ന് കേട്ടു. ഒത്തിരി സന്തോഷം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണെന്ന് വിശദീകരിക്കാമോ? അച്ഛാ, അത് പുതുതായിട്ട് രൂപം കൊണ്ടൊരു നോമ്പല്ല. വർഷങ്ങൾക്ക് മുമ്പേ ഈ സ്നേഹത്തെക്കുറിച്ചൊരു ബോധ്യം പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒന്ന് നല്ല പരീക്ഷിച്ച് നോക്കിയെന്നാണ് പറയാം. മറ്റ് പല കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ആ ഒരു വലിയ നോമ്പിൽ സ്നേഹത്തിനാണ് ഞാൻ നോമ്പെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോമ്പെന്ന് പറഞ്ഞ ഉദാഹരണത്തിന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ നോമ്പ് കാലത്ത് ഇറച്ചി ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ദിവസത്തേക്ക് ഇറച്ചി ഉപയോഗിക്കുകയില്ല. അല്ലെങ്കിൽ 50 ദിവസത്തേക്ക് മീൻ ഉപയോഗിക്കുകയില്ല. അപ്പം എൻ്റെ ഉള്ളിലേക്ക് ചിന്ത വന്നു, നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി സ്നേഹജീവിതമാണ് നയിക്കേണ്ടത്. മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നവരുണ്ട്, മുടങ്ങാതെ കൊന്ത ചെല്ലുന്നവരുണ്ട്, നോമ്പുകാലത്ത് മാത്രം അല്ലാതെ മുടങ്ങാതെ കർണക്കൊന്ത ചെല്ലുന്നവരുണ്ട്, മുടങ്ങാതെ വെള്ളിയാഴ്ച ഉപവസിക്കുന്നവരുണ്ട്. പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് മുടക്കം വരുന്നുണ്ട്. ഒരു ദിവസം 10 പ്രാവശ്യം സ്നേഹം മുടങ്ങിയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ദേഷ്യപ്പെട്ടാലും സ്നേഹം കളഞ്ഞാലും വെറുത്താലും ഒന്നും നമുക്കൊരു വിഷയമില്ല. മറ്റു കാര്യങ്ങളൊന്നും മുടങ്ങരുന്ന ചിന്തയുണ്ട്. നോമ്പ് കാലത്താണെങ്കിൽ ഇറച്ചി കൂട്ടരുത്, മീൻ കൂട്ടരുത്, അങ്ങനെയൊക്കെയുള്ള നിഷ്ഠയുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, നമ്മുടെ ലക്ഷ്യവും സ്വർഗപ്രാപ്തിക്കുള്ള വഴിയും സ്നേഹമാണ്. എന്നിട്ട് 50 ദിവസത്തേക്ക് സ്നേഹം മുടക്കുകയും തീരുമാനമെടുക്കുക. സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ആട്ടിപ്പായ്ക്കും തീരുമാനമെടുക്കുക. വെറുക്കാനുള്ള ഒരു ചിന്ത വരുമ്പോൾ, അല്ലെങ്കിൽ വെറുക്കാനുള്ളൊരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സ്നേഹത്തിന് വിരുദ്ധമായി അസൂയപ്പെടാനുള്ള അങ്ങനെ പല രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ സ്നേഹത്തിന് വിരുദ്ധമായിട്ട് നമുക്കറിയാവുന്നത്, അത് വരുമ്പോൾ തന്നെ മനസ്സിൽ നിന്നും നമ്മുടെ നിലപാടുകളിൽ നിന്നും പ്രവർത്തികൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും. അങ്ങനെ ഞാൻ അപ്പോൾ ഇതിൽ 50 ദിവസം അടുപ്പിച്ചായിരിക്കുന്നതുകൊണ്ടേ നമുക്കൊരു 2 മാസം അടുപ്പിച്ചുണ്ടല്ലോ, നമുക്കൊരു തഴക്കം തന്നെയായിട്ട് വരുമല്ലോ. സ്നേഹിക്കുക എന്നത് നമുക്കൊരു തഴക്കം പോലെ അങ്ങ് വരുമല്ലോ. അപ്പോൾ ഞാനൊരു 2 പ്രാവശ്യം അടുപ്പിച്ചങ്ങ് ചെയ്തു. ഭയങ്കരമായ ഫലം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ധ്യാന സമയത്ത് പറഞ്ഞപ്പോൾ അങ്കമാലിയിലുള്ളൊരു സഹോദരി, ഒരു വീട്ടമ്മയാണ്, അവർ ഈ നോമ്പെടുത്ത് പറഞ്ഞു ഭയങ്കര എഫക്റ്റീവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ പോയി. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇരിങ്ങാലക്കുടയിൽ ഒരു ഇടവകയിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവസാനത്തെ ക്ലാസ് സ്നേഹത്തെക്കുറിച്ചായിരുന്നു. പിറ്റത്തെ ആഴ്ചയാണെങ്കിൽ വലിയ നോമ്പ് വരുന്നു. അതായത് 200ഓളം പേര് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്നേഹത്തിൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം അവരോട് ചോദിച്ചു, നമുക്ക് ഈ പ്രാവശ്യം സ്നേഹം നോമ്പ് എടുത്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ ഞാൻ കൈ വെക്കണം പറഞ്ഞു. എല്ലാവരും കൈ വെക്കി, എല്ലാവർക്കും പ്രാർത്ഥിച്ചു. ഈ 50 നോമ്പ് ഇടവകയിൽ സ്നേഹം നോമ്പായിട്ട് ആദ്യം തീരുമാനിച്ചു. വികാരിച്ചനാണെങ്കിൽ വിഭൂതി തിരുനാളിൻ്റെ അന്ന് ഒരു ബ്രോഷർ ഉണ്ടാക്കിയതിനകത്ത് പ്രത്യേകം അടിച്ചു വച്ചിരിക്കുന്നത് ഈശോയെ ഒരു സ്നേഹഹൃദയം എനിക്ക് നൽകണമെന്നായിരുന്നു ചെയ്തത്. ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് നമ്മളുടെ ഓൺലൈൻ ധ്യാനം വന്നത്. അതുകൊണ്ട് 10-200 പേർക്ക് പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ആ ദിവസം തന്നെ നോമ്പിൻ്റെ ആ ദിവസമാണ് ഞാൻ ആരംഭിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു നോമ്പുണ്ട്, സ്നേഹ നോമ്പാണ്. മാത്രമല്ല വലിയ നോമ്പിൻ്റെ അത്യന്തികമായ ലക്ഷ്യം സ്നേഹമാണെന്ന് 2012 വലിയ നോമ്പിൻ്റെ സന്ദേശത്തിൽ ബെണ്ടിക് വാപ്പ പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഈ നോമ്പ് കാലത്ത് സർവോപരി പരസ്പരം സ്നേഹിക്കുക എന്ന കൽപ്പനയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമേ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ധ്യാനത്തിലും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ധ്യാനത്തിലാണ്ട് 10-200 പേരടുത്ത് അങ്ങനെ സ്നേഹനോമ്പ് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവകയിൽ 200 പേര് അങ്ങനെ അവർ ചെയ്യുന്നു. ഇവിടെ 200 പേരടുത്ത് അങ്ങനെയുണ്ട്. അപ്പോൾ അല്പം താമസിച്ചുപോയെങ്കിലും ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഈ വിഷയം പറയാൻ വേണ്ടി നമുക്ക് തോന്നുന്നത്, ഒരുപക്ഷെ ഇത് 100-കണക്കിന് പേര് കാണുന്നുണ്ടല്ലോ. നോമ്പ് ഒരാഴ്ച കഴിഞ്ഞാൽ പോലും അവർക്ക് വേണമെങ്കിൽ ഈ സ്നേഹനോമ്പ് ആചരിക്കാം. മറ്റേ നമ്മളിങ്ങനെ ഇറച്ചി ഉപേക്ഷിക്കുന്നു, മീൻ ഉപേക്ഷിക്കുന്നു. പണ്ടത്തെ കാലത്തേക്കാൾ ഉപരി ഇപ്പോൾ ഇറച്ചി മീനൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് 50 ദിവസം ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ ശരീരത്തിന് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നൊരു മെച്ചമുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ ആത്മീയമായ ഒരു മാനസാന്തര ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്നേഹത്തിലേക്ക് ശരിക്കും മനസ്സും ഹൃദയവും അങ്ങ് ഫോക്കസ് ചെയ്യുന്ന ഈ സ്നേഹനോമ്പ് പോലെ നോമ്പായിരിക്കും കൂടുതൽ നല്ലത്.
അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളങ്ങനെ ഒരു നോമ്പാചരിക്കാൻ തീരുമാനിച്ചത്. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഞാൻ സ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: സ്നേഹം എന്നൊരു പറയുന്നൊരു സാധനം ഈ ഭൂമിയിൽ ഇല്ല. അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഞെട്ടും. ദൈവമേ, ഇതുപോലെ അച്ഛനെയാണല്ലോ ഞങ്ങൾക്ക് ധ്യാനിപ്പിക്കാൻ കിട്ടിയത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. യഥാർത്ഥത്തിൽ സ്നേഹം എന്ന വാക്കൊരു ആശയം മാത്രമാണ്. ഇപ്പം നമ്മളൊരു കടയിലേക്ക് കയറി, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനവിടെ ചെന്നിട്ട് പറയുകയാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഉടനെ ആൾ ചോദിക്കും, പുട്ട്, ഇഡ്ഡലി, ദോശ, പൊറോട്ട, ചപ്പാത്തി, പൂരി, എന്താ വേണ്ടത്? ഞാൻ പറയും എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. നിങ്ങൾ അങ്ങനെയല്ലേ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമില്ല. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ആശയത്തിന് കീഴിൽ കോൺക്രീറ്റ് ആയിട്ട് ഒരുപാട് ഐറ്റംസാണ് ഉള്ളത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സ്നേഹം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സംഭവം യഥാർത്ഥത്തിലില്ല. അത് 5 തലങ്ങളിലൂടെ നമ്മളിൽ രൂപപ്പെടുന്ന 5 കോൺക്രീറ്റ് ആക്ഷനുകളിലൂടെ രൂപപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് 2 മനുഷ്യർ വളരെ അടുപ്പമുള്ളവർ തമ്മിൽ എപ്പോഴും ടച്ച് ഉണ്ടാവും. ഇപ്പം ഈശോ പോലും തന്നെ സ്നേഹം അത് മാക്സിമം കാണിക്കാൻ വേണ്ടി ചെയ്തത് എന്താണ്? അവൻ ടച്ച് ചെയ്യുകയാണ് നമ്മുടെ അതിരത്തിൽ വന്ന്. അതുപോലെ തന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്താ ചെയ്തത്? ഈശോയുടെ നെഞ്ചോട് ചേർത്ത് കിടന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ഹഗ് ചെയ്യാൻ, ആ വ്യക്തിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ, അങ്ങനെ ടച്ചിനെ നമ്മൾ സ്നേഹത്തിനായിട്ട് ഉപയോഗിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ വാക്കുകളുണ്ട്. ഈ വാക്കുകൾ മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുന്ന, മറ്റൊരാളുടെ എൻകറേജ് ചെയ്യുന്ന എല്ലാ വാക്കുകളും ആ വ്യക്തിയുടെ നന്മകളെ ആവാം, അതെല്ലാം സ്നേഹത്തിൻ്റെ. അപ്പം വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കണം. മൂന്നാമതായിട്ട് മറ്റുള്ളവർ നമ്മുടെ ഫീലിങ്സ്, ഓരോ കാര്യത്തിനെക്കുറിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള നമ്മുടെ ഫീലിങ്സ്. അതായത് ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ നമ്മളോട് ചെയ്തു, നമുക്ക് പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടായി, അയാളെ കുറ്റപ്പെടുന്നതിന് വരെ എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്, നമ്മുടെ ഫീലിങ്സ് അയാളോട് തുറന്നു പറയുന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു തലമാണ്. പിന്നെ ഇന്ന് എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതം നയിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത്, അത് സ്നേഹത്തിൻ്റെ ഒരു തലമാണ്. പിന്നെ ഈ സമയത്ത് കൊച്ചു ബർത്ത്ഡേയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കൊച്ചു കൊച്ചു ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാവരിലും ഉപരിയായിട്ട് നിനക്ക് എന്തെങ്കിലും ഞാൻ മൂലം സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാകട്ടോ എന്ന് മുറിവേൽപ്പിച്ചതിന് ഒരു മാപ്പ് ചോദിക്കണം. ഇങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുമോ അത് എടുത്തുകൊണ്ട് സ്നേഹിക്കുവാനാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഈശോ തീവ്ര വേദനയിൽ മുഴുകി. ഇന്നത്തെ ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയായിരുന്നു വചനം. അപ്പം നിറക്കടിയുന്ന സമയത്ത് ഗെത്സമൻ തോട്ടത്തിലെ തീവ്ര വേദന വന്നപ്പോൾ അവൻ തീഷ്ണമായി പ്രാർത്ഥനയിൽ മുഴുകി എന്ന് അവിടെ ഭാഗത്താണ്. തീഷ്ണമായിട്ട് അവൻ പ്രാർത്ഥിച്ചു. ഇപ്പം നമ്മുടെ ജീവിതത്തിലും ഒത്തിരി മുറിവുകളും തീവ്രമായ വേദനയുണ്ടെങ്കിൽ തീഷ്ണമായി പ്രാർത്ഥിക്കാൻ തീരുമാനം എടുക്കുന്നതും സ്നേഹത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചിന്തിച്ചാൽ കോൺക്രീറ്റ് ആയിട്ട് എനിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അത് തുടങ്ങുന്നതും ഇതിന് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ആ കാര്യം തന്നെയാണ് പൗലോസ്ലീഹ കൊറിന്തോസിൽ എഴുതിയിരിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതിന് ഈ പറഞ്ഞ അസൂയപ്പെടാതിരിക്കുക, അല്ലേ? അങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് ചില നിലപാടുകളെയാണ് അവിടെ സ്നേഹമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞത് 1 കൊരിന്തോസ് 13 നമുക്ക് സ്നേഹം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി, സ്നേഹത്തെ വളരാൻ വേണ്ടിയുള്ള ചില കോൺക്രീറ്റ് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അഹങ്കരിക്കാതിരിക്കുക, പ്രശംസിക്കാതിരിക്കുക, അനുചിതമായി പെരുമാറാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നോമ്പുകാലമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്നേഹ നോമ്പിലേക്ക് തന്നെ പ്രവേശിക്കാം. പക്ഷേ 50 ദിവസം കൊണ്ട് നിർത്തേണ്ട ഒരു നോമ്പല്ലിത്. നമ്മൾ 50 ദിവസത്തിൽ നല്ല സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ജീവിതത്തിലുടനീളം, കാരണം നമ്മൾ അന്ത്യവിധി സ്നേഹവുമായി ബന്ധപ്പെട്ടാണ്. വിശുദ്ധ യോഹന്നാൻ പറയുന്നു, സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ വിധിക്കപ്പെടും. നമുക്ക് തന്നെ അറിയാം, ഈശോ തന്നെ പറഞ്ഞിരിക്കുന്നത് അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ 6 സ്നേഹപ്രവൃത്തികൾ, അല്ലെങ്കിൽ ഒറ്റ സ്നേഹപ്രവൃത്തി, ഒരു സ്നേഹഹൃദയം ഉള്ളതിൻ്റെ പേരിലാണ് അന്ത്യവിധിക്ക് വിജയിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ നോമ്പുകാലത്ത് നമ്മൾക്ക് സ്നേഹത്തിന് വികാസത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സ്നേഹത്തിനനുസൃതമായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം. ഈശോയിലേക്ക് നമുക്ക് തന്നെ ആശീർവാദം. സ്നേഹം തന്നെയായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ വലിയ സ്നേഹം തന്ന് ഞങ്ങളെ സ്നേഹത്തിൻ്റെ മനുഷ്യരാക്കണമേ. ഈ സ്നേഹ നോമ്പെടുത്ത് വിജയിക്കുവാൻ, അങ്ങനെ ആ സ്നേഹത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട്
ഞങ്ങൾക്ക് ആശീർവാദം തരണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ പ്രത്യേകിച്ച് സ്നേഹ നിറവിനായിട്ട് സ്നേഹ നോമ്പിനായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ.